Hello everyone, this is Ludin Talk Show and today we have Dr. T.P. Srinivasan, a retired IFS officer with us here today. So hello sir, welcome to the show. ഒരു ക്യാമ്പസിലാണല്ലോ സാർ എത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ലെറ്റ് മീ ഫസ്റ്റ് ആസ്ക് യു, കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പറ്റിയുള്ള ഒരു പുതിയ ട്രെൻഡ്സും എഡ്യൂക്കേഷൻ ട്രെൻഡ്സിനെ പറ്റി സാർ എങ്ങനെയാണ് അത് കാണുന്നത്? എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ആ 4-5 വർഷം കൊണ്ട് ഞങ്ങളൊരു പുതിയ വിദ്യാഭ്യാസ പ്ലാൻ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആയിരുന്നു ആ സമയത്ത് പ്രസൻറ്റ് ചെയ്യാനുണ്ടായി, 10-18 റിപ്പോർട്ടുകളോടുകൂടി. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഗവൺമെൻറ് മാറി വന്നു. അതിലേറ്റവും പ്രധാനമായ കോൺട്രവേഴ്സി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വേണമോ എന്നുള്ളതായിരുന്നു. I was strongly in favor of that. Kerala is the only state where there are no private universities permitted till today. And we don't have enough money to start government institutions. So unless 50% എങ്കിലും outlay private funds വന്നെങ്കിലേ നമുക്ക് ആവശ്യത്തിനുള്ള യൂണിവേഴ്സിറ്റീസ്, നല്ല യൂണിവേഴ്സിറ്റീസ് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ അത് ലെഫ്റ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തു. അവരൊന്ന് ഓപ്പോസിഷനിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 10-15 വർഷം കഴിഞ്ഞ് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നല്ലതാണെന്ന് അഭിപ്രായം പറഞ്ഞു. അപ്പോഴത്തേക്ക് 15 കൊല്ലം കഴിഞ്ഞിരുന്നു. സിറ്റുവേഷൻ കേരളം ഒരുപാട് ചേഞ്ച് ചെയ്തു. അന്നാണെങ്കിൽ കുട്ടികൾ ധാരാളം സീറ്റില്ലാത്ത സമയമായിരുന്നു. ഇപ്പോൾ സീറ്റുകൾ ധാരാളം കുട്ടികളില്ലാത്ത സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ 15 കൊല്ലം തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം വ്യത്യസ്തമാകുന്നത്. പക്ഷേ അത് ആ ഒരു റിഫോം വരുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഒരുമാതിരി ആൻറ്റി സോഷ്യലിസം ആണെന്നുള്ളൊരു തിയറി ഇപ്പോഴവർ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ കുറവാണ്. പുറത്തുനിന്ന് ആളുകൾ വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം വിദ്യാർത്ഥികൾ കുറവാണ്, അവരെല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞു. ക്യാമ്പസ് പോളിറ്റിക്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെയുണ്ടോ? ഇവിടെ ക്യാമ്പസ് പൊളിറ്റിക്കൽ പാർട്ടി വൈസ് ഇല്ല, പക്ഷെ എന്നാലും ലൈക്ക് വി ഹാവ് ഡെമോക്രാറ്റിക് ഇലക്ഷൻ. യെസ്. അപ്പം നമ്മുടെ കേരളത്തിലുള്ള ഇപ്പം ഗവൺമെൻറ് കോളേജസ് ആണെങ്കിലും പ്രൈവറ്റ് കോളേജസ് ആണെങ്കിലും ഉള്ള ഒരു ക്യാമ്പസ് പോളിറ്റിക്സ് കുട്ടികളെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രസക്തി എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? അന്ന് ഒക്കെ പൊളിറ്റിക്കലായിരുന്നു, കോൺഗ്രസ് ഓറിയൻറ്റഡ് ആൻഡ് ലെഫ്റ്റ് ഓറിയൻറ്റഡ്. ആൻഡ് ഐ വാസ് ഇൻ ദ കോൺഗ്രസ് ഓറിയൻറ്റഡ് ഗ്രൂപ്പ്. I was different positions I served also. Because I believe that kind of experience will be very good, not only for those who become politicians, but also to have an educated approach to politics. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെളിയിൽ നിന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ പോളിറ്റിക്സിലേക്ക് പോകുന്നവർക്ക് അത് സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിന് ഫേവറബിളാണ്. പക്ഷേ അതേസമയം ദാറ്റ് ഷുഡ് നോട്ട് ലീഡ് ടു വയലൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഓൾ റൈറ്റ്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, കേരളത്തിലെ ലീഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൽ നിന്നാണ്. AK ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും വയലാർ രവി ആയാലും അവരൊക്കെ സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻസും കൂടെ ആയിരുന്നു. അത് ഒരുപക്ഷെ അധികം വിദ്യാഭ്യാസത്തിൽ ഊന്നിയില്ല എന്നുള്ളത് ശരിയായിരിക്കാം. അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പോളിറ്റിക്സിലാണ്. പക്ഷേ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു നോൺ കണ്ടൻഷ്യസ് ആയിട്ടുള്ള പാർട്ടി പോളിറ്റിക്സ് ആണെങ്കിൽ പോലും യൂണിവേഴ്സിറ്റീസിൽ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഒരു പങ്ക് നമുക്കെല്ലാവർക്കും അറിയാലോ. അതിൽ ഇപ്പോഴുമുള്ള ഒരു ഇമ്പോർട്ടൻസ്, ക്രിസ്ത്യൻ മിഷണറീസിൻ്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ഒരു ഇമ്പോർട്ടൻസ്, അതിനെ പറ്റിയുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും. കാരണം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം അതിനെ എതിർത്തപ്പോഴെല്ലാം ഞാൻ പറഞ്ഞ ആർഗ്യുമെൻ്റ് ഇതായിരുന്നു. ക്രിസ്ത്യൻ മിഷണറീസ്, NSS, SNDP ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സ്കൂളുകളും കോളേജും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഗവൺമെൻറ് കനോട്ട് അഫോർഡ് ടു ഇൻവെസ്റ്റ് സോ മച്ച്. അന്നത്തെ റീജിയൻ മഹാറാണി പറയുമായിരുന്നു, വിദ്യാഭ്യാസം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാകണം. അതവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കാൻ സ്റ്റേറ്റിന് കഴിയുമായിരുന്നില്ല. അതിൽ ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള നോക്കിയാൽ അവർക്കാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് വളരെ ഇൻവാല്യുബിളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ടായിരുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓൺലി ക്യാൻ സേവ് അസ് ഫ്രം ദാറ്റ് എക്സാമ്പിൾ. പക്ഷേ ഇവിടുത്തെ ആളുകൾ സ്കൂളിൽ കുഴപ്പമില്ല, കോളേജിലാണെങ്കിൽ കുഴപ്പമാണെന്നൊരു ആറ്റിറ്റ്യൂഡ് ഗവൺമെൻറ് എടുത്തു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. സാറിൻ്റെ ഈ ഒരു ക്യാമ്പസ് പോളിറ്റിക്സിലെ പാർട്ടിസിപ്പേഷൻ ആണോ വാട്ട് മോട്ടിവേറ്റഡ് യു ടു ജോയിൻ ദി IFS ഓർ പ്രിപ്പയർ ഫോർ IFS? നോ, ദേ ആർ ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. എൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വാര്യർ ഞാൻ പോളിറ്റിക്സിൽ നിന്ന് മാറി സിവിൽ സർവീസിലേക്ക് പോകണമെന്ന് ഒരുപാട് നിർബന്ധിച്ചു. എൻ്റെ അച്ഛനെ വിളിച്ച് പറയുക വരെ ചെയ്തു.
പക്ഷേ ഐ മാനേജ് ടു ഡു ബോത്ത്. പുള്ളിയുടെ ആർഗ്യുമെൻ്റ് പൊളിറ്റിക്സിലേക്ക് പോയാൽ ഈ പരീക്ഷ പാസ്സാകാൻ പറ്റില്ല, സിവിൽ സർവീസ് എക്സാമിനേഷൻ ലോകത്തെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പരീക്ഷ. അതുകൊണ്ട് വയറിൽ സാറിന് വലിയ നിർബന്ധമായിരുന്നു ഞാൻ പൊളിറ്റിക്സിൽ നിൽക്കരുത്. പക്ഷേ ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ മീ ടു കീപ്പ് ഔട്ട്. ബട്ട് ഐ ഡിക്ലൈൻഡ് സം ഹയർ പൊസിഷൻസ് ഇൻ ദി കോളേജ് ബിക്കോസ് ഓഫ് ദാറ്റ്. വയറിൽ സാറിന് നിർബന്ധം കൊണ്ട് ഐ വാസ് ക്വൈറ്റ് ഹാപ്പി ടു ഗോ അലോങ് വിത്ത് ഇറ്റ്. Civil service was a different dream, because I knew somebody who had joined the foreign service in 48 and became an ambassador. So my father kept telling me, you should be an ambassador. I did not know. ഞാൻ വിചാരിച്ച ambassador എന്ന് പറയുന്നത് കാറാണോ. ഞാൻ എങ്ങനെയാണ് ambassador ആവുന്നത്? പക്ഷേ ശരി, അച്ഛൻ പറഞ്ഞതുകൊണ്ട് ശരിയാകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫോറിൻ സർവീസിലെത്തിയത്. Okay. Thank you, sir, for this enlightening session. It was an honor talking to you. This is a role reversal, because last 20 years I've been interviewing people for Asianet News. Now you are interviewing me and you are excellent. You are better than me. Oh, Thank you very much. Thank you, sir. Thank you so much.